രാജീവ് ചന്ദ്രശേഖർ പുതിയ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ. കേരളത്തിലെ ഗ്രൂപ്പുകളെ പിന്തള്ളിയാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. അധ്യക്ഷ പദവിയിൽ തുടരാനുള്ള കെ സുരേന്ദ്രന്റെ നീക്കങ്ങളെയും വെട്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായത്. 18 വർഷക്കാലം കർണാടകയിൽ നിയമസഭയിലടക്കം പ്രതിനിധീകരിച്ച രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ്. രാജീവ് ചന്ദ്രശേഖറിനെ നിലവിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാക്കുമ്പോൾ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളായിരിക്കും വരും ദിവസങ്ങളിൽ ബി.ജെ.പിയിൽ ഉണ്ടാവുക. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ആകെ തഴഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ, വ്യവസായി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ, മുൻ കേന്ദ്രമന്ത്രി കൂടിയ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. വലിയ തരത്തിലുള്ള നിരാശകൾ, പൊട്ടിത്തെറികൾ ഉണ്ടാകാനാണ് ബി.ജെ.പിയിൽ സാധ്യത. ഏതായാലും നാളെ ആയിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്ന വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി സംസ്ഥാനത്തെ മുതിർന്ന ബി.ജെ.പി. നേതാക്കൾക്ക്. കുപ്പായം തച്ചുവച്ചിരുന്ന വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ അടക്കം, ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ വീണ്ടും ഈ സ്ഥാനത്ത് തുടരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ബി.ജെ.പി. അധ്യക്ഷനാക്കി കൊണ്ടുവരുമ്പോൾ എന്താണ് കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നത്? സംസ്ഥാനത്തെ ബി.ജെ.പിക്ക് തിരിച്ചടിയാകുന്നത് എങ്ങനെ നേതാക്കൾക്ക്? സിജു, എന്തായാലും കോർ കമ്മിറ്റി യോഗം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കോർ കമ്മിറ്റി യോഗത്തിലാണ് ഈ കോർ കമ്മിറ്റി യോഗം ആരംഭിച്ച ഉടൻ തന്നെ പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം വ്യക്തമാക്കുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖരാണ് സംസ്ഥാനത്തെ പാർട്ടി പ്രസിഡന്റ് എന്ന കാര്യം പ്രകാശ് ജാവ്ദേക്കർ കോർ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചു. അതിൻ്റെ മറ്റ് ചർച്ചകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി വരുമ്പോൾ അത് വലിയ തരത്തിലുള്ള തിരിച്ചടി മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്പകാലം മുമ്പാണ് കേരളത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ ഒരു പാർട്ടി പ്രവർത്തകനായി ഒക്കെ എത്തുന്നത്. അത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിരുന്നു, തിരുവനന്തപുരത്ത് മത്സരിക്കാനായിരുന്നു. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വമായുള്ള അടുപ്പം കൂടി കണക്കിലെടുത്ത് സംസ്ഥാനത്ത് സജീവമാകാനുള്ള നീക്കം തുടങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായി ചില NGO സംഘടനകൾ ഉൾപ്പെടെ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായൊക്കെ മുമ്പോട്ട് പോവുകയായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഈ സംസ്ഥാനത്തെ നേതാക്കൾക്ക് ഒരു ഭയമുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന നേതൃത്വത്തെ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുമോ എന്ന കാര്യത്തിലുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടം മുതൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഈ ചില നേതാക്കളെയൊക്കെ തൻ്റെ ഒപ്പം കൂട്ടാനുള്ള നീക്കവും നടത്തി. അത് വിജയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ കൂടി പിന്തുണ രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടായിരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പിന്തുണകൾ ആർജിച്ച ശേഷമാണ് കേന്ദ്ര നേതൃത്വത്തിലുള്ള സമ്മർദ്ദം കൂടി ചെലുത്തി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ തയ്യാറാണ് എന്ന കാര്യം കേന്ദ്ര നേതൃത്വത്തിനെ അറിയിച്ചത്. എന്തായാലും നിലവിൽ കേന്ദ്ര നേതൃത്വം നൽകുന്ന ഒരു സൂചന, ഒരു മെസ്സേജ് എന്ന് പറയുന്നത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വിഭാഗീയത, പാർട്ടി നേതാക്കൾക്കിടയിലെ വലിയ തരത്തിലുള്ള അസ്വാരസ്യം ഒക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുകയും അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. എന്നിരുന്നാലും സുരേന്ദ്രൻ്റെ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ബി.ജെ.പിക്ക് കേരളത്തിൽ വോട്ട് വീതം വർദ്ധിപ്പിക്കാനും ഒപ്പം തന്നെ ചില സീറ്റുകൾ പിടിച്ചെടുക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേമത്തും ഒപ്പം തന്നെ അതുപോലെ തന്നെ നിയമത്തിന് ശേഷം ഈ ബി.ജെ.പിക്ക് ആദ്യമായി പാർലമെന്റ് അംഗത്തെ ഒക്കെ നേടിക്കൊടുത്തത് സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായി ഇരിക്കുന്ന കാലത്താണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സുരേന്ദ്രൻ തുടരും എന്നുള്ള വിശ്വാസമായിരുന്നു സുരേന്ദ്രൻ അനുകൂലികൾക്ക് ഒക്കെ ഉണ്ടായിരുന്നത്. അത് അവസാന നിമിഷം വരെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ കേന്ദ്ര നേതൃത്വം ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് പോയതിലെ വലിയ തരത്തിലുള്ള ഞെട്ടലിലാണ് നിലവിൽ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉള്ളത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഈ പാർട്ടിയുടെ സംഘടനാ നടപടികൾ പോലും കൃത്യമായി വ്യക്തമല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ കേരളത്തിലെ ബി.ജെ.പിയെ നയിക്കും? ഈ വിഭാഗീയമായി പല തട്ടിൽ നിൽക്കുന്ന നേതാക്കളും ഒപ്പം തന്നെ അവർക്ക് ഒപ്പം നിൽക്കുന്ന പ്രവർത്തകരും ഒക്കെയാണ് നിലവിൽ ബി.ജെ.പിയിലുള്ളത്. അവരുടെ പ്രതികരണം എങ്ങനെ? അവർ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പാർട്ടി പ്രവർത്തനവുമായി മുമ്പോട്ട് പോകും എന്നത് ഒക്കെ വലിയ തരത്തിലുള്ള ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. എന്തായാലും നിലവിൽ കേന്ദ്ര നേതൃത്വം കേരളത്തെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുന്നതിലൂടെ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കേരളത്തിൽ അടിത്തട്ട് മുതൽ പ്രവർത്തിച്ചു വന്ന പ്രവർത്തകരെയോ നേതാക്കളെയോ അല്ല ആവശ്യം, പകരം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുന്ന നേതാക്കൾ മാത്രം മതി നേതാക്കളായി എന്ന തീരുമാനമാണ്. അതാണ് സുരേഷ് ഗോപിയിലൂടെ കണ്ടത് എന്ന നിഗമനത്തിലാണ് നിലവിൽ ഈ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം എത്തിയിട്ടുള്ളത്. പൂർണ്ണമായും ഇവിടുത്തെ മുതിർന്ന നേതാക്കളെ ഒക്കെ തഴഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വളരെ ജൂനിയറായ, പാർട്ടിയിൽ താരതമ്യേന വളരെ ജൂനിയറായ ഒരാളെ, അതും കേരളത്തിൽ സജീവം പോലും അല്ലാതിരുന്ന ഒരാളെ ഒരു രാജീവ് ചന്ദ്രശേഖർ കേരളത്തിനുമായി അങ്ങനെ യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം പേരുകൊണ്ട് മാത്രം രാജീവ് ചന്ദ്രശേഖർ കേരളത്തോട് ചെറിയൊരു ബന്ധം മാത്രമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ബാംഗ്ലൂരും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുമായിരുന്നു. വ്യവസായി എന്നുള്ള അർത്ഥത്തിലാണ്, ഏഷ്യാനെറ്റിൻ്റെ ഉടമ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ബി.ജെ.പി. നേരിടുന്ന ബി.ജെ.പിയിലെ ഒരുപക്ഷെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു വികാരമുണ്ട്. ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ മത്സരിപ്പിച്ച രാജീവ് ചന്ദ്രശേഖരെ സുരേഷ് ഗോപി എന്ന് പറയുന്ന RSSുമായോ സംഘപരിവാറുമായോ യാതൊരു ബന്ധമില്ലാത്ത ഒരാളിനെ കൊണ്ടു നിർത്തി മത്സരിപ്പിക്കുന്നു. കാലങ്ങളായി RSSകാരായി നിൽക്കുകയും ബി.ജെ.പിയുടെ താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നവ എല്ലാവരെയും തഴഞ്ഞുകൊണ്ട്
രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളെ സംസ്ഥാന അധ്യക്ഷനാക്കുമ്പോൾ എന്താണ് കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നതെന്നുള്ളൊരു ചോദ്യം അവർ തന്നെ ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനി തുടർന്ന ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ നേരത്തെ നമുക്കറിയാം കേരളത്തിലെ ബി.ജെ.പിയുടെ മുഖമായി കണ്ടിരുന്ന രണ്ടാം തലമുറ നേതാക്കൾ, അത് കൃഷ്ണദാസ് ആയാലും എം.ഡി. രമേശ് ആയാലും വി മുരളീധരൻ ആയാലും ശോഭാ സുരേന്ദ്രനായാലും അങ്ങനെ ഒരു നിര നേതാക്കൾ ബി.ജെ.പിക്കുണ്ട്. അവരെ ഒന്നും പരിഗണിക്കാതെ ഇവർ ഈ പറയുന്നത് പോലെ തന്നെ ബി.ജെ.പിയിൽ തന്നെ ഒരുപക്ഷെ പിന്തുണയുള്ള നേതാക്കൾ എന്ന അർത്ഥത്തിൽ ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ പോലും അവരെ തഴഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തത് എന്ത് കാരണത്താലാണെന്നുള്ള ഒരു വലിയ വിഷയം ഉയരുന്നുണ്ടല്ലോ വിജിൻ. തന്നെയാണ് ഈ RSS ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നതൊക്കെ ഇനി കാത്തിരുന്ന കാണുന്നതാണ്. നിലവിൽ RSSന്റെ പ്രതിനിധിയായി ജയകുമാർ കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ RSSന്റെ പിന്തുണയോടെയാണോ ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ളതാണ് അങ്ങനെ RSSന്റെ പിന്തുണയോടെയാണോ ഈ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ഒരു വിശദാംശങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ RSSമായോ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലോ BJP സംഘടനാ കാര്യങ്ങളിലോ ഒന്നും ഇടപെടാത്ത ഒരാളെയാണ് നിലവിൽ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരു ഞെട്ടലോടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ കാണുന്നത്. നേരത്തെ കുമ്മനം രാജശേഖരൻ പ്രസിഡന്റ് ആകുമ്പോൾ BJP അംഗം പോലും ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ ഒക്കെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു. RSSുമായി അടുത്ത ബന്ധമുള്ള RSSിലെ മുതിർന്ന നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ കുമ്മനം രാജശേഖരൻ വന്നതുപോലെയല്ല പക്ഷേ ഇത്തവണ എന്തായാലും നിലവിൽ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം ദേശീയ നേതാക്കളുടെ കൂടി പ്രതികരണം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. ഇവിടെ സംസ്ഥാന BJP നേരിടുന്ന വലിയൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ വലിയ ഗ്രൂപ്പുകളാണ് BJPക്കുള്ളത്, പല തട്ടിലുള്ള നേതാക്കൾ. ഈ നേതാക്കൾ ഇപ്പോൾ തത്സമയ BJP കോർ കമ്മിറ്റി യോഗം നടക്കുന്ന സ്ഥലത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതായാലും വിജിൻ, നിലവിൽ ആ സംഘടനാ സംവിധാനം BJPയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്ന നിരവധി നേതാക്കളുണ്ട്. നേരത്തെ വിജിൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് BJPയുടെ സംഘടനാ സംവിധാനമെന്നോ RSSുമായിട്ടുള്ള ബന്ധങ്ങളും ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ RSS കൂടി താല്പര്യമെടുത്ത് ഈ ജയകുമാർ എന്ന് പറയുന്ന RSSന്റെ ദേശീയ നേതാവ് കൂടി പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗമാണ് രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തത്. അങ്ങനെ RSS കൂടി താല്പര്യമുള്ള ഒരാളായി രാജീവ് ചന്ദ്രശേഖർ മാറുമ്പോൾ എന്താണ് കേരളത്തിലെ BJP നേതാക്കൾക്ക് വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും MD രമേശിനും കൃഷ്ണദാസിനും കേന്ദ്ര നേതൃത്വം നൽകുന്ന മെസ്സേജ്? തീർച്ചയായും കുറേ കാലങ്ങളായി വലിയ തരത്തിലുള്ള വിഭാഗീയതയാണ് BJP സംസ്ഥാന നേതൃത്വത്തിൽ നിലനിന്ന് പോന്നിരുന്നത്. അതിൽ ഉള്ള ഒരു മെസ്സേജ് തന്നെയാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് RSSന്റെ പിന്തുണയുണ്ടോ എന്ന കാര്യമൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ വിഭാഗീയതയിൽ പല തട്ടിലായിരുന്ന BJPക്ക് അവരെ കൊണ്ട് കേരളത്തിലെ ഒരു അധികാരം പിടിക്കാനോ കൂടുതൽ സ്വാധീനമുറപ്പിക്കാനോ കഴിയില്ല എന്നുള്ള സൂചന എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വം എന്തായാലും നിലവിൽ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു കേരളത്തിൽ അധികം സജീവമൊന്നും നിന്നിട്ടില്ലാത്ത ഒരു നേതാവിനെ നിലവിൽ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റായി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാന കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് RSSന്റെ പിന്തുണയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പശ്ചാത്തലമോ ഒന്നും ഇല്ലാതെ തന്നെ ജനങ്ങൾക്കിടയിൽ സജീവമായാണ് അവിടെ ഒരു പാർലമെന്റ് അംഗത്തെ നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന RSSുമായോ BJPയിൽ കാലങ്ങളായി വിജിൻ അതിനകത്ത് പക്ഷേ മറിച്ചൊരു കാഴ്ച BJPയുടെ വിലയിരുത്തലാണ് ജനങ്ങൾക്കിടയിൽ സുരേഷ് ഗോപി അങ്ങനെ അഭിമതനായി എന്നുള്ളത്. പക്ഷേ അവിടുത്തെ തൃശ്ശൂരിൻ്റെ സാഹചര്യം നമുക്ക് പരിശോധിച്ചറിയാം. കോൺഗ്രസ് എടുത്ത നിലപാടുകൾ 86,000 വോട്ട് സുരേഷ് ഗോപിക്ക് നൽകിയാണ് അവിടെ വിജയിച്ചത്. അതായത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവമോ ജനങ്ങൾ നൽകിയ പിന്തുണയൊന്നുമല്ല. BJPക്ക് അറിയാം ഇത്തരത്തിലുള്ള തിരുട്ടുകളിലൂടെ ഒരു സ്ഥാനാർത്ഥി ജയിപ്പിച്ചെടുക്കാൻ. മറ്റ് സംസ്ഥാനങ്ങളിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് പണമെറിഞ്ഞുകൊണ്ട് ഈ ജനാധിപത്യത്തെ വിലക്കെടുക്കാനാകുമെന്ന് BJPക്ക് അറിയാം. അങ്ങനെയാണ് കോൺഗ്രസിനെ വിലക്കെടുത്തുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോഴും സമാനമായ സാഹചര്യമാണ്. എങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കാൻ വന്നത്? എങ്ങനെയാണ് പണമെറിഞ്ഞ് BJPയെ വിലക്ക് മേടിക്കാനായതെന്നൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ അറിയാം. ആ രീതി തന്നെ, അതായത് കേരളത്തിലെ ജനാധിപത്യമല്ല വേണ്ടുള്ളത്, ഈ രാജ്യത്ത് തന്നെ ജനാധിപത്യ മര്യാദകളൊന്നും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. പണമെറിഞ്ഞ് ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കി നിലപാടെടുക്കാമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലടക്കം തെളിയിക്കുകയും ചെയ്തു. അതുതന്നെയാണ് ഇവിടെയുള്ള കാലങ്ങളായി പ്രവർത്തിച്ച നേതാക്കന്മാരെ ആവശ്യമില്ല, ചില തന്ത്രങ്ങൾ മതി എന്നുള്ളത് BJP കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകണം രാജീവ് ചന്ദ്രശേഖരെ ഇവിടെ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായി അവരോധിച്ചിരിക്കുന്നത്.
സിജു, ഇതിന്റെ നടപടിക്രമങ്ങൾ നോക്കിയാൽ തന്നെ വ്യക്തമാകുന്നത് ഈ ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ആണ് എങ്കിലും അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പല്ല നടക്കുന്നത്. കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുന്നതാണ്. അവർ നേരത്തെ തന്നെ തീരുമാനിച്ച് അക്കാര്യം കോർ കമ്മിറ്റിയെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ആ കോർ കമ്മിറ്റിയിൽ സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് കോർ കമ്മിറ്റിയിൽ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഈ ദേശീയ നേതൃത്വം വെച്ചപ്പോൾ അതിന് മറ്റ് എതിർപ്പുകൾ ഒന്നുമില്ലാത്തത്. RSS ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ള കാര്യമൊക്കെ വരും മണിക്കൂറുകളിൽ വ്യക്തമാക്കേണ്ടതാണ്. എന്തായാലും RSS കൂടി അനുമതിയോടുകൂടി മാത്രമേ ഈ BJP സംസ്ഥാന നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രസിഡന്റ് പദവി ഒരാളെ ഏൽപ്പിക്കാൻ കഴിയൂ. എന്തായാലും RSS ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചോ അല്ലെങ്കിൽ RSSന്റെ ഭാഗമായൊക്കെ പ്രവർത്തിച്ചു വന്ന BJPയുടെ അടിത്തട്ട് മുതലൊക്കെ പ്രവർത്തിച്ചു വന്ന ആളുകളെ പൂർണ്ണമായും തഴഞ്ഞ് ഇങ്ങനെ ഒരു പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു വ്യവസായിയെ, കേരളത്തിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരാളെ ഇങ്ങോട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ ഇറക്കി അത് എങ്ങനെ എന്നുള്ള കാര്യമൊക്കെ അറിയേണ്ടതാണ്. എന്തായാലും ദേശീയ നേതൃത്വം ഇങ്ങനെ തീരുമാനമെടുത്തതിന് പിന്നിൽ കൃത്യമായ ഒരു വ്യക്തത വരുന്നത് അത് കേരളത്തിൽ വലിയ തരത്തിലുള്ള വിഭാഗീയതയാണ് BJP സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ളത് എന്ന കാര്യം ഈ ദേശീയ നേതൃത്വം തന്നെ പലതവണയായി വിലയിരുത്തലാണ്. ഇത് അവസാനിപ്പിക്കാൻ ദേശീയ നേതൃത്വം പലതവണ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വീണ്ടും വീണ്ടും മറ്റ് ഗ്രൂപ്പുകളായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതാണ് വി മുരളീധരനും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും വലിയ തരത്തിലുള്ള ആശയഭിന്നത ഉണ്ടാവുകയും അത് മറ്റൊരു ഗ്രൂപ്പായി മാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ തീരുമാനം എടുത്ത ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തെ കാണാൻ കഴിയുക ഇത്തരത്തിലുള്ള നേതാക്കളെ ആവശ്യമില്ല എന്നുള്ളത് തന്നെ. ഇനി അവരുടെ ഭാഗത്തു നിന്ന് ഈ പാർട്ടി പ്രവർത്തനത്തിൽ ഒക്കെ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ ഇനി കണ്ട് അറിയേണ്ടതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ അവരുടെ എല്ലാം പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യവസായ പ്രമുഖനെ, ഒപ്പം തന്നെ BJPയുടെയോ RSSന്റെയോ സംഘടനാ കാര്യങ്ങളിൽ വലിയ വ്യക്തതയും ഒന്നും ഇല്ലാത്ത ഒരു നേതാവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ നിർദ്ദേശം അംഗീകരിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് ഇവരുടെ സംഘടനാ രീതി അനുസരിച്ച് വ്യക്തമാവുകയും ചെയ്യുന്നത്. സിജു.